സാരം തേടി അലഞ്ഞു അവളിലെ ചൈതന്യമെൻ ദർശനം. പിടിക്കുന്നില്ല ഇവിടെ. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ വയലാർ സാറിന്റെ ഏറ്റവും പ്രസിദ്ധമായ കവിതയാണത് സർക്കൽ സംഗീതം. നിങ്ങൾ അതിനൊരു വയലാർ സാറിന്റെ പാട്ട് കേൾക്കും, മനോഹരമായ പാട്ട്. ഒഴുകി ഒഴുകിയെത്തും ഇന്ദ്രചാപം മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം. അപ്പൊ നിങ്ങൾക്ക് ഒക്കാവൽ വരും. എന്താണ് ഇന്ദ്രചാപം? എന്താണ് ഇന്ദുഗോപം? എന്തോ ഇന്ദുഗോപം? ഇന്ദുഗോപി എന്താണ് ഇന്ദുഗോപം? എത്ര തവണ, എത്ര പ്രായമായി, എത്ര തവണ ഈ പാട്ട് കേട്ടു? ഒരിക്കലെങ്കിലും ഇത് എന്താണെന്ന് ചിന്തിച്ചോ? മിന്നാമിനിങ് എന്ന അർത്ഥം. മിന്നാമിനിങ് എന്ന അർത്ഥം. എന്നോട് പറഞ്ഞ സാറേ ഹിന്ദുഗോപം നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ഹിന്ദുഗോപം ഞങ്ങൾക്ക് എളുപ്പമല്ലേ, ഹിന്ദുവിന്റെ കോപം. അതായത് ഹിന്ദു ചന്ദ്രൻ കൊള്ളാം. ഇങ്ങനെ നമ്മൾ അപ്പൊ ഹിന്ദുഗോപം ഒരു വാക്ക് നമ്മുടെ കിട്ടുക. അപ്പൊ കവിത എഴുതുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് പ്രയോഗിക്കാം. ഇങ്ങനെ വാക്കുകൾ വൊക്കാബുലറി കൂട്ടണം. നീ വനവലാകയായി പാടും. എന്ത് വല? നീ വനവലാകയായി പാടും. വലാക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലാക എന്ന് പറഞ്ഞാൽ വെള്ളിക്കിളി എന്നർത്ഥം. വെള്ളിക്കിളി, വെളുത്ത നിറമുള്ള സ്പാരോസ്, വാലിങ്ങനെ നീണ്ടു കിടക്കും, വെളുത്ത. അതാണ് വലാകകൾ. അത് ഗിരീഷ് പുത്തഞ്ചേരിക്ക് എവിടെ നിന്ന് കിട്ടി? കാളിദാസന്റെ മേഘ സന്ദേശത്തിൽ നിന്ന് കിട്ടി. മേഘം സന്ദേശവുമായി പോകുമ്പോൾ മേഘത്തിന്റെ രണ്ടു വശത്തും അകമ്പടി സേവിച്ച് വലാക പക്ഷികൾ ഇങ്ങനെ പറക്കുന്നുണ്ട്. എന്താണ്? കറുത്ത മേഘത്തിന്റെ രണ്ട് സൈഡിലും ബോർഡർ പോലെ വെളുത്ത പക്ഷിയാണ്. വാങ്മയമാണത്, ഇത് സൗന്ദര്യമാണത്, മനസ്സിൽ കാണണം. ഈ ക്രിയേഷൻ എല്ലാം, ക്രിയേറ്ററാണ് കവി. ക്രിയേഷൻ എല്ലാം നമ്മൾ വ്യാഖ്യാതാവ് അല്ലെങ്കിൽ നമ്മൾ ശ്രോതാവ് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നയാൾ മനസ്സിൽ കാണണം. ഇല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റില്ല.